ഉണ്ട്, യോഗ ഡാൻസ് ഉണ്ട്, സൂംബ ഉണ്ട്. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ വയറിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം ലഭിച്ചത് തുണിക്കഷ്ണം. 75 ദിവസം വരെ ഈ വയറ്റിൽ പിന്നെ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല. ഹൃദ്രോഗികളെ വലച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ 2 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ 1 അടച്ചിട്ടിട്ട് മാസം 2ആയി. ഇപ്പൊ ശരിയായിത്തര വെക്കല്ലേ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്പർ 1 കഥകൾ പറഞ്ഞു തുടങ്ങിയാലേ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. ആശുപത്രി കെട്ടിടം തകർന്നു വീണ് രോഗി മരിക്കുക, ഇടത് കൈ തുന്നിക്കെട്ടാൻ പോയാൽ വലത് കാൽ മുറിച്ചു വിടുക, തല കിട്ടിയാൽ ഭാഗ്യം, അങ്ങനെയേ കരുതാൻ പറ്റൂ. അങ്ങനെ പോകുന്നു ചില കുസൃതി കാഴ്ചകൾ. വീണ ജോർജായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഡയാലിസിസ് ചെയ്യാൻ പോയ 2 പേരാണ് ഈ അടുത്തിടെ മരിച്ചത്. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ 2 ഡയാലിസിസ് രോഗികൾ മരിച്ചതിൽ ദുരൂഹത. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കേസ്. ആശുപത്രി സൂപ്രണ്ട്, ഡയാലിസിസ് യൂണിറ്റിലെ ജീവനക്കാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ആരോഗ്യമന്ത്രി എവിടെയെന്ന് ചോദിക്കരുത്, ഡാൻസിലാണ്. തിരക്കില്ല മാഡം, ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഈ കപ്പലെ ആടി ഉലയാതെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ഒരു കപ്പിത്താൻ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. എന്നാ പിന്നെ മറ്റൊരു കഥ ചൊല്ലട്ടുമാ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റി. ഒരു 9 മണിയാകുമ്പോൾ അവർ വന്ന് പറഞ്ഞു കുട്ടിൻ്റെ കൈ എടുത്ത് മാറ്റേണ്ട കണ്ടീഷനാണ്. അവർ നോക്കാതെ, മുറിവുണ്ട് നോക്കാതെ അവർ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചതാണ് എന്നാണ് അവർ പറഞ്ഞത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അനാസ്ഥ മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി. ദൈനംദിന ആവശ്യങ്ങൾ പോലും നടത്താൻ ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. ആ കുഞ്ഞിനാണ് ഈ അവസ്ഥ വന്നത്. കൈ മുറിച്ചു മാറ്റിയിട്ട് 3 മാസം തിരിഞ്ഞു നോക്കിയില്ല. ഒരുപാട് വാർത്തകൾ വന്നു. ഡാൻസർ മാഡം ഒരേ ഡാൻസിലായിരുന്നു, അനങ്ങിയില്ല. പാലക്കാട് കൈമുറിച്ചു മാറ്റിയ 9 വയസ്സുകാരി വിനോദിനിക്ക് സ്പോൺസർഷിപ്പ് പദ്ധതിയിലൂടെ പരിരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. മിഷൻ വാത്സല്യ മാർഗരേഖ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉത്തരവ്. കൃത്രിമ കൈവയ്ക്കാൻ ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കും. ആ കുട്ടിക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ മതിയെന്ന് ആദ്യം നിശ്ചയിച്ചത് ഈ മന്ത്രി തന്നെ അല്ലേ? ആത്മാർത്ഥമായിട്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവർക്ക് ഇടപെടണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് എന്നേ ആകായിരുന്നു. പക്ഷെ അനങ്ങിയില്ല. ഇപ്പോഴേ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, തദ്ദേശത്തിൽ തോറ്റ് തുന്നം പാടി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണ്. മന്ത്രിക്ക് ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു കൃത്രിമ കൈ തന്നെ അങ്ങ് റെഡിയാക്കി. പിന്നെ ഇവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നും കൃത്രിമ കൈ ഒറിജിനൽ കൈയേക്കാൾ നല്ലതാണെന്ന്. പാവം കുഞ്ഞിൻ്റെ ജീവിതമാണ് പോയത്. നല്ലത് നടക്കുമ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നവരെ ഈ മോശം വരുമ്പോഴും ഉത്തരവാദിത്വം നല്ല നട്ടലോടുകൂടി ഏറ്റെടുക്കണം. ഇവിടെ നല്ലത് നടന്നില്ലെങ്കിലും ക്രെഡിറ്റ് അടിക്ക് ഒരു കുറവുമില്ല. ആ കുഞ്ഞിൻ്റെ ജീവിതകാലം മൊത്തം ചെലവ് സർക്കാരാണ് ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ പൈസ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടി അങ്ങ് ഏറ്റെടുക്കണം. അല്ലാതെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടല്ല. സാർ, എനിക്ക് പറയാനുള്ളത്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഒരു കൃത്രിമ തലച്ചോറ് കൂടി നോക്കുമന്ത്രി കിട്ടുമെന്നേ നമുക്ക് ആവശ്യം വരും. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. നാണോ ഉണ്ടോ മന്ത്രി മേഡം? രാജിവെച്ച് ഡാൻസ് കളി തന്നെ തുടരുന്നതാകും നല്ലത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലേ സമയം അധികം ഇല്ല.